അങ്ങനെ കലസ്ഥാന വിശേഷങ്ങളിലേക്കാണ് നാം പോകുന്നത്. അവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഞങ്ങളുടെ പ്രതിനിധി വിജിനുണ്ട്. അതായത് കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പിനുള്ള പോരാട്ടം തുടരുന്നു. ഒപ്പം ഗ്ലാമർ ഇനങ്ങളായ നാടകമടക്കം, തിരുവാതിര അടക്കം, ഒപ്പന അടക്കമുള്ളവ പുരോഗമിക്കുകയാണ്. അതിൻ്റെ നിറച്ചാർത്തിലാണ് അങ്ങനെ കലോത്സവ നഗരി നിറഞ്ഞാടുന്നത്. വിജിനിലേക്ക് പോകാം. വിജിൻ, തീർച്ചയായും വിജിനിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. വിജിൻ, അതായത് ഇതുവരെ നമ്മൾ വർണ്ണാഭമായ അതിൻ്റെ മത്സരം, ആ മത്സരത്തിൻ്റെ ആരോഗ്യപരമായ മത്സരത്തിൻ്റെ ഇനങ്ങളെ സംബന്ധിച്ചും ആ കാഴ്ചകളും ഒക്കെയാണ് കണ്ടത്. പക്ഷേ ഇത്തവണ നമുക്ക് ഇനി മുതൽ നമുക്ക് ഈ സ്വർണ്ണക്കപ്പിനുള്ള പോയിന്റ് നിലയും കൂടി ഒന്ന് പരിശോധിക്കണം. ആദ്യം നമുക്ക് ഇന്നത്തെ ഗ്ലാമർ ഇനങ്ങളിലേക്ക് തന്നെ പോകാം, അതിനുശേഷം പോയിന്റ് നിലയിലേക്ക് എത്താം. അജിംഷാദ്, എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ സമയത്ത് നടക്കുന്നത്. കണ്ണൂർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ തൃശ്ശൂരിനെ മറികടന്ന് കോഴിക്കോട് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. 259, 258, 57 അങ്ങനെ ഓരോ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് മൂന്ന് ജില്ലകളും ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസുമായി 1, 2, 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. വലിയ ആവേശം തന്നെയാണ്. അജിംഷാദ് പറഞ്ഞതുപോലെ ജനകീയ ഇനങ്ങൾ ഒക്കെയായി ഇന്ന് വളരെ കളറായിരിക്കുകയാണ്. വലിയ ചൂടും ഉണ്ട്. പക്ഷേ അതിനൊന്നും വകവെക്കാതെ ആളുകൾ ഇങ്ങോട്ട് എത്തുന്നു. വിദ്യാർത്ഥികൾ അവരുടെ സർഗശേഷി അത് മാറ്റിവെക്കുന്ന ഒരു വേദിയായി തിരുവനന്തപുരത്തെ കലോത്സവവും നിലവിൽ മാറിയിരിക്കുകയാണ്. നമുക്കൊപ്പം ഒരു അതിഥിയല്ല, നമ്മുടെ അഖിൽ കൂടി ചേരുന്നുണ്ട്. അഖിലേ വാ. കലോത്സവം കാണാനായി എത്തിയതാണ് അഖിൽ. എങ്ങനെയുണ്ട് കലോത്സവം? ഇവിടെ നിന്ന് അരങ്ങത്തേക്ക് എത്തിയപ്പോൾ കലോത്സവം കളറാണ്, വൈബാണ്, പൊളിയാണ്. ചൂട് കൂടുതലാണെങ്കിലും കലോത്സവത്തിന്റെ വൈബ് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. വളരെയധികം ആളും തിരക്കും വളരെയധികം കലാമാമാങ്കത്തിന് തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം വേദിയായിക്കൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, ഈ ഡ്യൂട്ടിക്കിടയിൽ മുങ്ങിയതാണെന്ന് എനിക്ക് സംശയമുണ്ട് അഖില്, അല്ലെങ്കിൽ ഡ്യൂട്ടി ഉണ്ടോ ഒന്ന് അന്വേഷിക്കണം ഡെസ്കില്. ഡ്യൂട്ടിക്കിടയിൽ മുങ്ങിയതല്ല, വൈകുന്നേരത്തെ ഡ്യൂട്ടിക്ക് കറക്റ്റായിട്ട് ഞാൻ ഉണ്ടാവും. അണിയറയിൽ നിന്ന് അരങ്ങത്തേക്ക് കലോത്സവത്തിന്റെ വിശേഷങ്ങൾ എത്തിക്കാൻ എന്തായാലും ഡെസ്കിലുണ്ടാവും. എന്തായാലും ഇതുപോലെയാണ്. അഖിലിനെ പോലെയുള്ള ആളുകളൊക്കെ ഈ കലോത്സവം കാണാനായി ഓടിയെത്തുകയാണ്. ഉള്ള സമയത്ത് ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അതിനിടയിൽ ഒക്കെ ഓടിയെത്തുന്ന കാഴ്ച തന്നെയാണ്. ഇനി ഏകദേശം വിജിൻ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട്, സാധാരണഗതിയിൽ ഈ തലസ്ഥാന നഗരിയിലായതുകൊണ്ട് ആളൊന്നും ഉണ്ടാകില്ലെന്നൊക്കെയായിരുന്നു പ്രചരണം. പക്ഷെ അതിനെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അട്ടിമറിച്ചാണ് ആൾക്കാർ അവിടെ വന്ന് നിറഞ്ഞത് സദസ്സിൽ. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, അവധി ദിനമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ നല്ല തിരക്കുണ്ടാകും അല്ലേ കാഴ്ചക്കാരായി? തീർച്ചയായും. ഇന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വീടുകളിൽ ആണ് ചെലവഴിക്കാറ് നാട്ടുകാരൊക്കെ. പക്ഷേ അവർ ഒക്കെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇനിയിപ്പോൾ ഏകദേശം 2 മണിയോട് അടുക്കുന്നു സമയം. 3 മണി കഴിയുന്നതോടെ വെയിൽ കുറച്ചുകൂടി കുറയുന്നതോടുകൂടി കൂടുതൽ ആളുകൾ എന്തായാലും ഇങ്ങോട്ട് എത്തും. ഇന്നലെ വൈകുന്നേരമൊക്കെ സംഘനൃത്തത്തിന്റെ വേദിയിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. മറ്റ് വേദികളിലും ഇന്ന് നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒപ്പന നടന്നുകൊണ്ടിരിക്കുന്നു, മറ്റ് മോഹിനിയാട്ടമുണ്ട്. അങ്ങനെ ജനപ്രിയ ഇനങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇന്ന് അവധി കൂടിയായതിനാൽ കൂടുതൽ ആളുകൾ വൈകുന്നേരത്തോടെ ഇങ്ങോട്ട് എത്തും. എന്തായാലും മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഇവിടെ കേന്ദ്രീകരിച്ച് ഓരോ സമയത്തുമുള്ള ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ ക്രമീകരണങ്ങൾ കൂടുതൽ 2 ദിവസത്തെ കണക്കുകൾ ഉൾപ്പെടെ പറഞ്ഞ് ആളുകൾ എത്തിയതിൻ്റെയും അതുപോലെ തന്നെ സമയബന്ധിതമായി മത്സരങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ മന്ത്രിമാർ തന്നെ മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് അജിംഷാദ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ കുറേ ആഘോഷങ്ങൾ ഓരോ ദിവസവും കാണുന്ന ആളുകളാണ് തിരുവനന്തപുരത്തെ നിവാസികൾ എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയ ആളുകൾ ഉൾപ്പെടെയുണ്ട്. അവർ ഒക്കെ എന്തായാലും വലിയ ആവേശത്തിൽ കലോത്സവം കാണാനും എത്തി എന്നുള്ളത് തന്നെയാണ് വലിയ ഈ തിരുവനന്തപുരം ആ കലോത്സവത്തെ എങ്ങനെ ഏറ്റെടുത്തു എന്നതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ കലോത്സവം ഒരു ചരിത്രത്തിൽ എഴുതിവെക്കപ്പെട്ട കലോത്സവമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ പലതുണ്ട്. കാരണം ഇത്തവണ ഒരു ചേർത്ത് നിർത്തലിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ കലോത്സവമായിരുന്നു നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഏകദേശം 5ഓളം വരുന്ന പ്രാചീന കലാരൂപങ്ങൾ അത് ഇന്ന് അതിൽ പണിയ നൃത്തം ഉൾപ്പെടെയുള്ളവ ഇന്ന് മത്സര ഇനങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെ ചേർത്ത് നിർത്തുകയും ഒപ്പം വയനാടിനെ ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്തുള്ള കലോത്സവമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു കലോത്സവമായി കലോത്സവം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ ഏറ്റെടുത്ത തിരുവനന്തപുരം നിവാസികളും ഒപ്പം തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ഈ മാറ്റുരയ്ക്കുന്ന കലാപ്രതിഭകളും ഒക്കെ ആയി ഇങ്ങനെ ഒരു കളറായി തന്നെ കലോത്സവം മുമ്പോട്ട് പോവുകയാണ്. അജിംഷാദ്,
തീർച്ചയായും വിജിൻ, ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഈ ഒപ്പനയെ സംബന്ധിച്ചുണ്ട്, നാടകത്തെ സംബന്ധിച്ചുണ്ട്. കാരണം നാടകമൊക്കെ തത്സമയം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെ ഇടവേള ഇടയ്ക്കിടയ്ക്കിടയ്ക്ക്. അപ്പോൾ വലിയ വലിയ തീമുകളൊക്കെയാണ് നാടകത്തിലെത്തിയത്. കാരണം ഈ ലങ്കാദഹനം സംബന്ധിച്ച് വളരെ ഒരു പ്രത്യേക പരിപ്രേക്ഷ്യത്തിൽ, അത് രാവണൻ്റെയും മണ്ഡോദരിയുടെയും ഒക്കെ വീക്ഷണത്തിൽ ലങ്കാദഹനത്തെ കാണുന്ന അങ്ങനെയുള്ള നാടകങ്ങളൊക്കെ തീമിൽ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഒപ്പനയെ സംബന്ധിച്ച്, ഒപ്പം തിരുവാതിരയെ സംബന്ധിച്ച്, നാടകത്തെ സംബന്ധിച്ച് ഒക്കെ പൊതുവിൽ വിലയിരുത്തപ്പെട്ട ഇന്നത്തെ ഒരു ചിത്രം ഒന്ന് പറിച്ചു നട്ടാൽ ഇതുവരെ. തിരശീലയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സ്റ്റേജിലേക്ക് അവരുടെ കലാ അഭിരുചി അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത. എന്തായാലും നാടകം നമ്മൾ പണ്ടൊക്കെ കാണുന്ന ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥികൾ അതിൻ്റെ സർഗവാസനയെ പരിപോഷിപ്പിക്കുന്നത് സമകാലീന വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അവർ അത്തരത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ ഒരു സാമൂഹ്യമായ വിഷയങ്ങളിൽ ഉന്നയിക്കുന്നതാണ് നാടകങ്ങൾ ഉണ്ടാവാറ്. അതുപോലെ തന്നെ മോണോ ആക്ടും മിമിക്രിയിലും മോണോ ആക്ടിലും അതുപോലെ സ്കിറ്റിലുമൊക്കെ അത്തരം ഒരു വിഷയങ്ങളായി ഉണ്ടാകാറുണ്ട്. എന്തായാലും നാടകവും അതുപോലെ തന്നെയാണ്. പല പല വിഷയങ്ങൾ, സമകാലീന വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ നിലപാടുകൾ കൂടി പറയുന്നതാണ് നാടകം ഉൾപ്പെടെയുള്ള ഈ മത്സരങ്ങൾ. അതുകൊണ്ട് തന്നെ അതിലൊക്കെ കൂടുതൽ ആളുകൾ കാണികളായി എത്തി എന്നുള്ളതും എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. എല്ലാ വിഷയങ്ങളിലും ഇത്തവണ മികച്ച തരത്തിലുള്ള ഇനങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അവതരണ ശൈലി കൊണ്ടും ഒപ്പം തന്നെ വിഷയത്തിൻ്റെ പ്രാധാന്യം കൊണ്ടുമൊക്കെ അത്തരത്തിൽ മികച്ചതായി ഒരു കലോത്സവം മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കലോത്സവത്തിന്റെ പ്രത്യേകത. ജിംഷാദ്. ശരി വിജിൻ, അങ്ങനെ വർണ്ണാഭമായ ഗ്ലാമർ ഇനങ്ങളൊക്കെ പുരോഗമിക്കുന്നു. ഇപ്പോൾ വിജിനുള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഇന്ന് പ്രധാനമായും എന്തൊക്കെ ഐറ്റംസ് ആണ് ഇനി പറയാനുള്ളത് ഒരാകർഷണം എന്ന നിലയിൽ? രാവിലെ ആരംഭിച്ച ഒപ്പനയാണ് നിലവിൽ പ്രധാന വേദിയായ MT നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മൂന്നാമത്തെ വേദിയായ ടാഗോറിലും നാടകം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മോഹിനിയാട്ടമുണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ, ഒപ്പം തന്നെ കുച്ചിപ്പുടിയുണ്ട്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട മാപ്പിളപ്പാട്ട് മത്സരമുണ്ട്. ഒപ്പം തന്നെ കവിതാലാപനം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കലോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട മത്സര ഇനങ്ങൾ ആണ് നിലവിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്.